പേരൻസ് എപ്പോഴും ചോദിക്കുന്ന ചോദ്യമാണ്, ഡോക്ടറെ എത്ര സ്ക്രീൻ ടൈം ആണ് കുട്ടികൾക്ക് സേഫ് ആയിട്ട് കൊടുക്കാൻ പറ്റുക? നമുക്കിത് ക്ലിയർ ആക്കിയാലോ. ആദ്യം തന്നെ 2 വയസ്സ് വരെയുള്ള കുഞ്ഞുങ്ങളിൽ ഒരിക്കലും സ്ക്രീൻ ടൈം കൊടുക്കാൻ പാടില്ല. സ്ക്രീൻ ടൈം കംപ്ലീറ്റ് ആയിട്ട് അവോയ്ഡ് ചെയ്യുക. 2 വയസ്സ് തൊട്ട് 5 വയസ്സ് വരെ മാക്സിമം 1 മണിക്കൂർ അതും ഒഴിവാക്കാവുന്നതാണ്. ഇനി 5 വയസ്സിൽ കൂടുതലുള്ള കുട്ടികൾക്ക് ഒരു 5 to 18 ഇയേഴ്സ് വരെ മാക്സിമം 2 hours ആണ് നമുക്ക് കൊടുക്കാൻ പറ്റുന്നത്. 5 വയസ്സിന് മുകളിലുള്ള കുട്ടികൾക്ക് ഇത്ര ടൈം എന്ന് ക്രമീകരിക്കാൻ ബുദ്ധിമുട്ടാണ്. അവരുടെ മാനസികവും ശാരീരികവുമായ എല്ലാ ആവശ്യങ്ങൾക്കും സമയം ക്രമീകരിക്കുന്നത് പോലെ തന്നെ നമുക്ക് സ്ക്രീൻ ടൈമിന്റെ ടൈമും ക്രമീകരിക്കാവുന്നതാണ്. എല്ലാ കാര്യങ്ങളിലും ഒരു സന്തുലിതാവസ്ഥയാണ് നമുക്ക് വേണ്ടത്. ഉദാഹരണത്തിനായി രാത്രി മൊത്തവും മൊബൈല് യൂസ് ചെയ്തിരുന്ന കുട്ടി സ്കൂളിൽ പോകുമ്പോൾ വളരെയധികം തലവേദന, പഠനത്തിൽ പിറകോട്ടാവുന്നു, ഇങ്ങനെയൊക്കെ വരുമ്പോൾ ശരിക്കും സ്ക്രീൻ ടൈം മിസ്യൂസ് ചെയ്യുകയാണ് അവിടെ ഉണ്ടാവുന്നത്. അമിതമായിട്ട് സ്ക്രീൻ ടൈം യൂസ് ചെയ്യുന്ന കുഞ്ഞുങ്ങൾക്ക് എന്തൊക്കെ പ്രശ്നങ്ങളാണ് ഉണ്ടാകുന്നത്? ഒന്നാമതായിട്ട് കുഞ്ഞുങ്ങളിലെ അമിതമായ വണ്ണം, പൊണ്ണത്തടി ഉണ്ടാകുന്നു, മടി ഉണ്ടാകുന്നു, അതുപോലെ ഉറക്കക്കുറവ്, പഠന വൈകല്യം, സംസാര വൈകല്യം. കുഞ്ഞുങ്ങളിൽ സംസാരം വൈകുന്നതിന്റെ പ്രധാന ഇഷ്യൂ സ്ക്രീൻ ടൈം ആണ്. അതുപോലെ തന്നെ തലവേദന വരിക, കുഞ്ഞുങ്ങളിലെ ഹൈപ്പർ ആക്ടിവിറ്റി, അമിതമായിട്ടുള്ള ആക്ടിവിറ്റി, കോൺസെൻട്രേഷൻ കിട്ടാതെ വരിക, അവരെ അക്കാഡമിക്സിലി പഠനത്തിലൊക്കെ പിറകോട്ടായിട്ട് വരുന്നത്, കുറ്റകൃത്യങ്ങൾ, ലഹരി ഉപയോഗം, ഇതെല്ലാം നമ്മുടെ സ്ക്രീൻ ടൈമിന്റെ സൈഡ് ഇഫക്ട്സ് കൊണ്ട് വരുന്നത് തന്നെയാണ്. ഫുഡ് കൊടുക്കുന്ന ടൈമിൽ മാക്സിമം സ്ക്രീൻ അവോയ്ഡ് ചെയ്യുക. ഇപ്പോൾ കാണുന്ന ഏറ്റവും വലിയ പ്രശ്നമാണ് കുഞ്ഞുങ്ങൾ ഫോൺ കണ്ടിട്ടേ ഫുഡ് കഴിക്കുകയുള്ളൂ എന്നുള്ളത്, അല്ലേ? അതുപോലെ തന്നെ ഉറങ്ങുന്നതിന് ഏകദേശം 1 മണിക്കൂർ മുമ്പായിട്ടും ഫോൺ മാറ്റി വെക്കുന്നതാണ് ഏറ്റവും നല്ലത്, അല്ലെങ്കിൽ സ്ക്രീൻ ടൈം ഫുൾ ആയിട്ട് അവോയ്ഡ് ചെയ്യുന്നതാണ് നല്ലത്. പേരൻസ് എപ്പോഴും കുഞ്ഞുങ്ങളുടെ ഒരു റോൾ മോഡൽ ആവുക. പേരൻസ് ഫോൺ യൂസ് ചെയ്യുമ്പോഴാണ് കുഞ്ഞുങ്ങളും അമിതമായിട്ട് ഫോൺ ഉപയോഗിക്കുന്നത് കാണുന്നത്. അപ്പോൾ പേരൻസിനോട് എനിക്ക് പറയാനുള്ളത്, മാക്സിമം കുഞ്ഞുങ്ങളെ ഒരു മണിക്കൂറേലും പുറത്ത് ഔട്ട്ഡോർ പ്ലേ ആണ് വേണ്ടത്. പുറത്ത് വിട്ട് കളിക്കുക, ശുദ്ധമായ വായു ശ്വസിക്കുക, ഒരുപാട് ഫ്രണ്ട്സ് ആയിട്ട് കുട്ടികളായിട്ട് സോഷ്യലായിട്ട് ഇടപെടുക. അതുപോലെ നല്ലോണം ആ ഒരു പ്ലേ ടൈം കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുക.